എല്ലാവർക്കും അവലിടം ബൈ നീതുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അവർ വിശക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് വേണം. നിങ്ങൾക്ക് എത്ര ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 സ്ലൈസ് ബ്രെഡാണ്. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം. അത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചാൽ മതി. പിന്നെ ചീസ് വേണം. നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ചീസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചീസ് സ്ലൈസസ് ആണ്. ഇതിൽ 5 സ്ലൈസസ് ഉണ്ടാവും. ഇനി കുറച്ച് ചോക്ലേറ്റ് വേണം. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്യുക വേണ്ടത്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് ഈ ബൗള് വെക്കുക. എന്നിട്ട് ഈ വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് ഈ ചോക്ലേറ്റും മെൽറ്റായിട്ട് വരും. അങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ചോക്ലേറ്റ് ചെറുതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കുറച്ച് മതി, കൂടുതലാവരുത്. കൂടുതലായാൽ കട്ടയായിട്ട് പോവും. അപ്പോൾ നമ്മൾ അത് ബ്രെഡിനകത്തേക്ക് ആക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ചൂടായിട്ട് കിടക്കുകയാണല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങാം. ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൽ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുക. തേച്ച് കൊടുക്കണം. ഇതിൽ 2 സൈഡിൽ തേക്കേണ്ട, ഒരു സൈഡിൽ മാത്രം തേച്ചാൽ മതി. ചോക്ലേറ്റ് ആക്കുന്ന സൈഡിൽ ബട്ടർ തേക്കാൻ പാടില്ല. അങ്ങനെ ഞാനിപ്പോൾ എല്ലാത്തിലും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ തേക്കാത്ത സൈഡിൽ നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കുറച്ച് ലാവിഷായിട്ടിരുന്നോട്ടെ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ ചോക്ലേറ്റ്. അവർക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കോളും. അങ്ങനെ ഞാൻ ഈ ചോക്ലേറ്റ് എല്ലാ ബ്രെഡിലും തേച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ചീസിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കവറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഏത് ചീസായാലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ മുകളിൽ മറ്റേ ബ്രെഡ് എടുത്ത് മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡിയായി. ഇപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ലെയറായിട്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. തീ കൂട്ടരുത്. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്രെഡ് കരിഞ്ഞു പോകും. ഉള്ളിൽ ആ ചീസ് മെൽറ്റായിട്ട് വരില്ല. തീ കുറച്ചിരുന്നാലാണ് ചീസ് മെൽറ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ആണ് ഉണ്ടാവുക. ഇട്ട് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി. നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇത് ശരിക്കും കാണാം. അപ്പോൾ ലെയറായിട്ടിരിക്കില്ലേ ചോക്ലേറ്റും ചീസും പിന്നെ ചോക്ലേറ്റുമായിട്ട്